നമസ്കാരം. കൃഷ്ണ കളരി മർമ്മ ഗുരുകുലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് കൃഷ്ണ കളരി മർമ്മ ഗുരുകുലത്തിലെ ഒരു പഞ്ചിങ് രീതി മർമ്മത്തെക്കുറിച്ചുമാണ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആ രണ്ട് വിഷയമാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നോക്കിയേ, ഒന്ന് പഞ്ച് ചെയ്തേ. ഇത് നോക്കിയേ, ഇങ്ങനെ പഞ്ച് വരുന്നത് ഒന്നുകൂടി ചെയ്തേ. വേണ്ട, ഈ പഞ്ച് ഇങ്ങനെ വരുന്ന പഞ്ച് വേഗതയിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എന്നെ ഒന്ന് പഞ്ച് ചെയ്തേ. ഈ പഞ്ച് ഒന്നുകൂടി ചെയ്തോ, വേഗത്തിലേക്ക് എന്നെ ഇടിച്ചേ. ഇങ്ങനെ വരുന്നൊരു പഞ്ച്, ഇങ്ങനെ വരുന്നൊരു പഞ്ച് നമ്മുടെ ജസ്റ്റില് ഒക്കെ കൊള്ളുകയാണെങ്കിൽ അവിടുത്തെ ഭാഗങ്ങൾ പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ പഞ്ച് നമ്മൾക്ക് എങ്ങനെയാണ് ഒഴിവാക്കാന്നുള്ളതാണ് ബേസിക്കലി ഞാൻ പറയാൻ പറ്റുന്നത്. നേരത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ രണ്ടാം ഭാഗമാണ് ഇത്. പഞ്ച് ചെയ്യുന്നത്, ഈ പഞ്ചിന് ഒരു പ്രത്യേകതയുണ്ട്. കൈ ഇവിടുന്ന് വരുന്ന കൈ ഒന്ന് നോക്കിയേ, ഇവിടുന്ന് വരുന്ന തിരിഞ്ഞൊന്ന് ഇവിടുന്ന് വരുന്ന കൈ കണ്ടാ, ഈ കൈ വരുന്ന പഞ്ച്, ഇങ്ങനെ വരുന്ന പഞ്ച് ഉണ്ടല്ലോ, ഈ കൈയുടെ ഇവിടുന്ന് വരുന്ന പഞ്ച്, കൈ മടക്കിയിട്ട് ഒന്ന് വരട്ടെ. കൈയുടെ ഇത് നോക്കിയ വരുന്ന ഈ പഞ്ച് നമ്മുടെ അസ്ഥികളിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ തന്നെ അസ്ഥി പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പഞ്ചിന്റെ പവറാണ് പറയുന്നത്. ആ പവർഫുൾ ആയിട്ടുള്ള ആ പവർ, കൈ ഇങ്ങനെ മടക്കിയിട്ട് വരുന്ന പഞ്ച് ഉണ്ടല്ലോ, ഇങ്ങനെ കൈയുടെ ഇങ്ങനെ വരുന്ന പഞ്ച് ഭയങ്കര പവർഫുൾ ആയിരിക്കും. അസ്ഥിയൊക്കെ ചില ഭാഗങ്ങളെ അസ്ഥികൾ പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പഞ്ച് തട്ടിക്കഴിഞ്ഞാൽ തന്നെ അസ്ഥി പൊട്ടും. അപ്പോൾ അതിന് ആ പൊട്ടല് നമുക്ക് ഏൽക്കാതിരിക്കാൻ എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് കീഴ്പ്പെടുത്തേണ്ട രീതി എന്നുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഒന്ന് എന്നെ നോക്കി ഒന്ന് പഞ്ച് ചെയ്തേ. ഉണ്ടോ, എന്റെ കൈ കാലിന്റെ പൊസിഷൻ മാത്രമേ ഉള്ളൂ, ഞാൻ കാല് മുഴുവൻ കാണിക്കുന്നില്ല. സൈഡ് ചെറുതായി മാറിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇദ്ദേഹത്തിന്റെ ഒരു മർമ്മസ്ഥാനത്തിൽ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും. അതൊരു ശരീരത്തില് ചെവിയോട് ചേർന്ന് കഴുത്തിലൊരു ഇമ്പോർട്ടൻ്റ് ഒരു മർമ്മസ്ഥാനമാണ്, മുഖത്ത് തന്നെയാണ്. അത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു കവിളിലൊരു മർമ്മം കാണിച്ചു തന്നു. അതിന്റെ തൊട്ട് തന്നെ ഒരു മർമ്മസ്ഥാനമുണ്ട്. ആ മർമ്മസ്ഥാനത്തിലാണ്, അതിന്റെ പേര് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പേര് പറഞ്ഞു തരും. ആ മർമ്മസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടച്ച് ചെയ്താൽ തന്നെ പെട്ടെന്ന് തന്നെ ആള് താഴെ വീഴുകയും ചെയ്യും. അതെങ്ങനെയാണെന്നുള്ളത് ബേസിൽ കാണിച്ചു തരാം. ഒന്ന് ചെയ്തേ. വേണ്ട, ഇങ്ങനെ വരുന്ന പഞ്ച് ഒന്നുകൂടി നല്ല വേഗത ചെയ്തേ. ഇങ്ങനെ വന്ന ശേഷം ഈ കൈ ഉണ്ടല്ലോ, ഈ കൈ തൊട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മർമ്മസ്ഥാനത്തിൽ തൊട്ടാൽ തന്നെ ആള് നിലത്ത് വീഴും, ബോധം കെട്ട് വീഴും. അതാണ് അതിന്റെ രീതി. ഇപ്പൊ ഞാൻ പതുക്കിയാണ് ടച്ച് ചെയ്തത്, ഒന്നും കൂടെ കാണിച്ചു തരാം. ആ വീഴുന്ന രീതി ഒന്ന് വെച്ചേ. അത് വീഴുന്ന രീതി നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. ഒന്ന് ചെയ്തേ. ഇതിന് ശേഷം വന്ന ശേഷം ഈ കൈ നോക്കിയേ, ഈ കൈ വന്ന ശേഷം ഇവിടെ കൈ അങ്ങനെ കഴുത്തിനോട് ചേർന്ന് വന്നിട്ട് പിടിച്ചാൽ തന്നെ ഇതാ നോക്കിയേ, കണ്ടാ. ഇനി നമ്മൾ അദ്ദേഹത്തിനെ തട്ടി ക്ലിയർ ചെയ്താൽ മാത്രമാണ് പുള്ളിയെ എണിക്കാൻ പറ്റുള്ളൂ. ഇല്ലാത്ത പക്ഷം എന്ത് ചെയ്യും, അങ്ങനെ തന്നെ കിടക്കും. അപ്പൊ അതും കൂടി നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അപ്പൊ ഞാൻ പതുക്കിയാണ് ചെയ്തത്. അപ്പൊ അതുകൂടി ഞാനതിന്റെ ബേസിക്കല് തട്ടി ക്ലിയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോ അതങ്ങനെ തട്ടിയിട്ട് അതിൽ ഓരോ കാര്യങ്ങളുണ്ട്. അങ്ങനെ തട്ടി നമ്മളെ ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് എണിപ്പിക്കാൻ കഴിയും. വീണ പോലെ തന്നെ പെട്ടെന്ന് തന്നെ എണുക്കാൻ പറ്റുന്ന ഒരു വിഷയം കൂടി ഉണ്ട്. ഞാൻ അതിലൊരു ബേസിക്കൽ കാണിച്ചു തരാം. ഒന്ന് ഇരുന്നേ, ഇവിടെ ഇരുന്നോ, നല്ല ബലത്തിൽ കാലൊക്കെ മടക്കി ഇരുന്നോ. ഇരുന്നോ, ഇല്ലേ? ഇദ്ദേഹത്തെ നമുക്ക് പെട്ടെന്ന് എണുത്താൻ കഴിയും. എത്ര ആരോഗ്യമുള്ള ആളാണെങ്കിലും ആൾക്ക് എണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ എണുത്തിരിക്കുകയാണല്ലേ, 100% ആള് പെട്ടെന്ന് ചാടി എണിക്കും. നോക്കിയേ, ഒന്ന് തൊട്ടാൽ തന്നെ, അദ്ദേഹത്തിന് തൊട്ടാൽ തന്നെ എണിക്കും. നോക്കിയേ, എണിക്കാൻ പറ്റുമോ നോക്കിയേ, പറ്റുമോ? എങ്ങനെയുണ്ട്, എണിക്കോ? ഒന്ന് എങ്ങനെയാണ് ഒന്ന് പറയാമോ? എന്ത് പറയാം? പെട്ടെന്ന് എണീക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് മർമ്മത്തിൽ പിടിക്കുമ്പോൾ. പെട്ടെന്ന് തന്നെ എണിക്കുന്നുള്ളതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മർമ്മസ്ഥാനങ്ങളിൽ തൊട്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ എണിക്കും. അതിൽ യാതൊരു മാറ്റവും ഇല്ല. ഇത് നേച്ചറായിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഇല്ലാതെ
നേച്ചറായിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, നാടൻ ശൈലിയിലാണ് ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.